ചത്തത് ഘോരയുടെ ശക്തിക്ഷയം കൊണ്ടല്ല. ആ ഊമ പെണ്ണിനും അവളുടെ കാമുകനും ദൈവീക ശക്തി പിന്തുണയായി നിൽക്കുന്നത് കൊണ്ടാ. അത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ ഘോരയോടുള്ള അപ്രീതി കൊണ്ടാ. ഈ ഉഗ്രസേന അഘോരയെ തോൽപ്പിക്കാൻ ഒരു ദേവശക്തിക്കുമാവില്ല. എന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരെ ഈ ഘോര ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ആ ഊമ പെണ്ണിനെ ഞാൻ ഇന്ന് രാത്രി തന്നെ തമ്പിയുടെ ഭാര്യയുടെ മുന്നിൽ എത്തിച്ചിരിക്കും. അവളുടെ മനസ്സ് മാറ്റാൻ ഭീഷണിപ്പെടുത്തിയോ, നിർബന്ധിച്ചോ, യാചിച്ചോ, ഏത് രീതിയിലാണെങ്കിലും അതിനവർക്ക് കഴിയണം. ദേവൂട്ടി അവരുടെ മുന്നിലെത്തിയാൽ പിന്നെ ബാക്കിയൊക്കെ അവര് ചെയ്തോളാമെന്നാ പറയുന്നത്. എങ്കില് ഒരുങ്ങിക്കോളൂ. ഇന്ന് രാത്രി അവൾ തിരിച്ചു പോകുന്നത് ആ മായാജാലക്കാരിയുടെ അടുത്തേക്കായിരിക്കില്ല, തമ്പിയുടെ ഭാര്യയുടെ അടുത്തേക്കായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവർ നോക്കിക്കൊള്ളണം. അത് ഞാൻ തമ്പി സാറിനെ വിളിച്ചു പറഞ്ഞോളാം. എങ്കിൽ ഇപ്പൊ തന്നെ ആ വിവരം തമ്പിയെ വിളിച്ചറിയിച്ചേക്കൂ. ഇന്ന് രാത്രി അവൾ തമ്പിയുടെ ഭാര്യയ്ക്ക് മുന്നിലെത്തിയിരിക്കും. ഇപ്പൊ തന്നെ അറിയിക്കാം. बोले भंडारी बाबा संहार मूर्ति अघोरा। മോനിപ്പോ എങ്ങനെയുണ്ട് മഹിമേ? ഇപ്പൊ ഇത്തിരി ഭേദമുണ്ട്. എന്നാലും ഹൃദയം മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്ന് ഡോക്ടർ പറയുന്നേ. അതൊക്കെ വലിയ പണച്ചെലവുള്ള കാര്യല്ലേ? അതിനുള്ള വഴിവെല്ലാം കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് എന്ത് വഴി? ഇത്രയും കാശ് മുടക്കി ഓപ്പറേഷൻ നടത്താൻ പറയുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണോ? ഇനി എന്റെ അഭയം ദൈവത്തിന്റെ മുമ്പിലാ. ഈശ്വരൻ എന്തെങ്കിലും മാർഗം തന്നെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയില ഞാനിപ്പോ. ആ പ്രതീക്ഷയൊക്കെ നല്ലത് തന്നെ. എന്നാലും പണത്തിന് പണം തന്നെ വേണ്ടേ? നോക്കട്ടെ, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ കരക്കാരോട് പറഞ്ഞൊരു സഹായ നിധി ഉണ്ടാക്കാം. എന്നാലും അതുകൊണ്ടൊന്നും തികയാതെ വരും. മണിക്കുട്ടനെ നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ മൂകാംബികയിലേക്ക് പോവും. മൂകാംബികയിലേക്കോ? അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ സ്വാമി, എന്റെ മോനു വേണ്ടി ഇനി പ്രാർത്ഥനയും വഴിപാടുമൊക്കെ ചെയ്യാനുള്ളൂ. പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നല്ലത് തന്നെ. അതിനുവേണ്ടി സുഖമില്ലാത്ത മോനെയും കൂട്ടി അത്രയും ദൂരം യാത്ര ചെയ്യണോ? മൂകാംബികാ ദേവിയുടെ ചൈതന്യാംശമുള്ള സ്വരൂപമാണ് ഇവിടത്തേതും. സാക്ഷാൽ ശ്രീകണ്ഠേശ്വരന്റെ അംശം തന്നെയാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠയിലും. ഇവിടെ പ്രാർത്ഥിച്ചാലും അവിടെ പോയി പ്രാർത്ഥിച്ചാലും തുല്യമാണ്. ശതാക്ഷരി സ്വാമി പറഞ്ഞത് ശരിയാണല്ലോ. വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പ്രാർത്ഥനയും പൂജയൊക്കെ ഇവിടെയും ആവാമല്ലോ. അതൊക്കെ ശരി തന്നെ. എന്നാലും മൂകാംബിക ദേവിയുടെ മുമ്പില് അഭയം പ്രാപിക്കാന്ന എന്റെ ഒരു തോന്നല്. ഇവിടത്തെ ശാന്തിക്കാരനായിട്ടും തിരുമേനി സ്വന്തം കുഞ്ഞിന് വയ്യാതായപ്പോ അമ്മയുടെ മുമ്പിലല്ലേ കൊണ്ടുപോയത്. അതുപോലെ ഞാനും എന്റെ മോനെ ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. അവനെ മൂകാംബിക ദേവി കാത്തോളൂ എന്നെന്റെ മനസ്സ് പറയുന്നു. അതുമാത്രമല്ല, ശിവപ്രിയ മോളെ കണ്ടിട്ട് കുറച്ചു നാളായില്ലേ. മണിക്കുട്ടന് അനിയത്തിയെ കാണാൻ വലിയ ആഗ്രഹം.
ജാതകവശാൽ അവൾക്കിനി അധികം കാലമൊന്നും ഇല്ലല്ലോ. ഇനിയുള്ള ദിവസങ്ങള് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് കൂടിയാ അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിക്കുന്നേ. എന്നാ ഞാൻ ആശുപത്രിയിലേക്ക് ചെല്ലട്ടെ? എന്നാ അങ്ങനെ ആവട്ടെ. ഉം.